പച്ച പുൽപ്പരപ്പിൽ മനു തന്റെ സ്വിഫ്റ്റ് ഡിസയർ ബ്രേക്കിട്ട് നിർത്തി. കാർ ഒരു കുതിപ്പോടെ നിന്നു. കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ പാതി മയക്കത്തിൽ ചാരിക്കിടന്ന ഷെറിൻ കണ്ണു തുറന്നു. അവളുടെ മടിയിൽ കിടന്നുറങ്ങുന്ന ആരോമലിനെ അവൾ ചേർത്തു പിടിച്ചിരുന്നു. അവൾ ചോദ്യഭാവത്തിൽ ഭർത്താവിനെ നോക്കി. അയാൾ മുൻവശത്തുള്ള കാഴ്ചകളിലേക്ക് നോക്കി മെല്ലെ പറഞ്ഞു, "നമ്മൾ സ്ഥലത്തെത്തിയെന്ന് തോന്നുന്നു." അവളും മുൻഗ്ലാസിലൂടെ അപരിചിതമായ സ്ഥലം വീക്ഷിച്ചു. മനു എഞ്ചിൻ നിർത്തി ഡോർ തുറന്ന് വെളിയിലിറങ്ങി. നേർത്ത മഞ്ഞിലൂടെ ഒരു നിഴൽ പോലെ അവ്യക്തമായി കാണുന്ന ഒരു ബംഗ്ലാവ്. കറുത്ത ഒരു നിഴൽ പോലെ. ആ ബംഗ്ലാവിന്റെ കൂറ്റൻ ഗേറ്റ് അവർക്ക് മാർഗതടസ്സമായി അടഞ്ഞുകിടക്കുന്നു. വളരെ പഴയ കാലഘട്ടങ്ങളിലെ നിർമ്മിതി. കാസ്റ്റേണിൽ നിർമ്മിച്ച ഗേറ്റാണ്. അതിൻ്റെ നിർമ്മിതിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് പറയാം. കാർമേഘ പടലങ്ങളുടെ ഇടയിൽ മങ്ങിപ്പതിഞ്ഞു പ്രകാശിക്കുന്ന ചന്ദ്രബിംബം. നേർത്ത മഞ്ഞുകാറ്റ് അയാളെ പൊതിഞ്ഞു. മഞ്ഞിൻ്റെ തണുത്തുറഞ്ഞ കരങ്ങൾ അയാളുടെ ശരീരത്തിൽ ആഴ്ന്നു. തണുത്ത കരങ്ങൾ അയാൾ കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് തിരുകി. റോഡിനരികിലുള്ള പൈൻ മരങ്ങൾ കാറ്റിൽ തലയാട്ടിക്കളിക്കുന്നു. യൂക്കാലി മരങ്ങളുടെ ഹൃദ്യമായ സുഗന്ധം അവിടെ നിറഞ്ഞു നിന്നിരുന്നു. മഞ്ഞു പുതച്ച കാറിനുള്ളിൽ ഷെറിൻ ആരോമലിനെ മടിയിൽ കിടത്തി ഒരു നിഴൽ ചിത്രം പോലെ ഇരിക്കുന്നു. മനു ആ ഗേറ്റിനടുത്തെത്തി. അതിൻ്റെ കൂറ്റൻ പാളികളുടെ വിടവിലൂടെ അകത്തേക്ക് നോക്കി. ഉറക്കെ അയാൾ ചോദിച്ചു, "ഇവിടെ ആരുമില്ലേ?" അയാളുടെ ശബ്ദം മഞ്ഞുകാറ്റിൽ അലിഞ്ഞുപോയി. സൂചി കൊണ്ട് കുത്തുന്ന പോലുള്ള തണുപ്പ്. പ്രഭാതമാകുവാൻ ഇനിയും സമയമുണ്ട്. അയാൾ തിരികെ വന്ന് കാറിനുള്ളിലേക്ക് തന്നെ കയറി. ഇതാണ് സുരക്ഷിതം. ഒരു പരിചയവുമില്ലാത്ത സ്ഥലം. ആരെയും അവിടെ കാണാത്തതിലുള്ള അമർഷം അയാളിൽ നുരഞ്ഞു പൊങ്ങി. ഒരുത്തനെയും കാണാനില്ല. സ്റ്റിയറിംഗ് വീലിൽ ശക്തമായി ഇടിച്ച് പ്രതിഷേധിച്ചാണ് അയാൾ പറഞ്ഞത്, "ആരെങ്കിലും വരുന്നവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം ചേട്ടാ." അയാളെ ആശ്വസിപ്പിക്കാനായി അവൾ പറഞ്ഞു. അയാൾ വാച്ചിൽ നോക്കി. സമയം 4 AM. അവൾ പറഞ്ഞത് ശരി തന്നെ. ആരെങ്കിലും വരുന്നവരെ കാറിൽ സുരക്ഷിതമായി ഇരിക്കുക. ഷെറിൻ ഭർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതയാണെന്ന ധൈര്യത്തിൽ മെല്ലെ മയക്കത്തിലേക്ക് ആഴ്ന്നു. അപ്പോഴാണ് ആ കാഴ്ച അയാൾ കണ്ടത്. അങ്ങകലെ മഞ്ഞുമാറാലകൾക്കിടയിലൂടെ ആ ബംഗ്ലാവിൽ ഒരു തീനാളം തെളിയുന്നു. ആശ്ചര്യത്തോടെ അയാൾ ആ കാഴ്ചയിൽ നോക്കി നിന്നു. പെട്ടെന്ന് ആ തീനാളം പൊട്ടിച്ചിതറി. അയാൾ കണ്ണുകളടച്ച് വീണ്ടും നോക്കി. തോന്നിയതാവുമോ? ഇപ്പോൾ ഒന്നും കാണാനില്ല. തണുത്തുമരവിച്ച അയാളുടെ ശരീരം വെട്ടി വിയർത്തു. ഇനി തങ്ങൾക്ക് താമസിക്കാനുള്ള ബംഗ്ലാവാണ്. അവിടെയാണ് ഈ കാഴ്ച കണ്ടത്. ഇനി അവിടെ ആരെങ്കിലും ഉണ്ടാകുമോ? ഗ്രീൻ വാലി എന്ന എസ്റ്റേറ്റിൻ്റെ ജനറൽ മാനേജരായാണ് താനിവിടെ കുടുംബമായി എത്തിയിരിക്കുന്നത്. ഇന്നെത്തുമെന്ന വിവരം ഫോണിലൂടെ അറിയിച്ചിരുന്നു. കമ്പനിയിൽ നിന്നും അയച്ചു തന്ന ഗൂഗിൾ ലൊക്കേഷൻ മാപ്പിലൂടെയാണ് ഇവിടം വരെ എത്തിയത്. ശരീരം മുഴുവനും ഒരു തരിപ്പ്. ഷെറിനെയും ആരോമലിനെയും അയാൾ നോക്കി. അവർ ശാന്തമായി മയങ്ങുന്നു. വിൻഷീൽഡിൽ മഞ്ഞു പെയ്തിറങ്ങുന്നു. അയാൾ വണ്ടി സ്റ്റാർട്ടാക്കി ഹീറ്റർ പ്രവർത്തിപ്പിച്ചു. സുഖകരമായ ഇളം ചൂട് കാറിനുള്ളിൽ ഒഴുകിയിറങ്ങി. പൈൻ മരക്കൂട്ടങ്ങൾ മഞ്ഞിൻ കരിമ്പടം പുതച്ച് രാക്ഷസരൂപം പൂണ്ട് തലയാട്ടി നിൽക്കുന്നു. ഹെഡ്ലൈറ്റ് അയാൾ ഓൺ ചെയ്തു. പെട്ടെന്ന് അയാൾ ആ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു. കൂറ്റൻ ഗേറ്റിനുള്ളിൽ അഗ്നിയിൽ ജ്വലിക്കുന്ന കണ്ണുകളുള്ള ഒരു നായ. കാറിലേക്കാണ് അവന്റെ കണ്ണുകൾ. ആ ജന്തുവിന്റെ രോമകൂപങ്ങൾ സൂചി പോലെ നിവർന്നു നിൽക്കുന്നു. ഹെഡ്ലാമ്പിന്റെ വെളിച്ചത്തിൽ അതിൻ്റെ നീണ്ട കൂർത്ത പല്ലുകൾ വെട്ടിത്തിളങ്ങുന്നു. അസാധാരണ വലിപ്പമുള്ള ആ നായയുടെ നാവ് നിലത്തുമുട്ടുന്ന നീളത്തിലായിരുന്നു. ആ നീണ്ട നാവിലൂടെ ഉമിനീർ ധാരയായി ഒഴുകുന്നു. കടവായിൽ ഉമിനീർ പതഞ്ഞിരിക്കുന്നു. ആ കാഴ്ച കണ്ടയാൾ ഞെട്ടിത്തരിച്ചു. "ദേവി, കാത്തുകൊള്ളേണേ." അരയിലെ രക്ഷാബന്ധനം ഒന്ന് ചലിച്ചുവോ? കുടുംബദേവീ ക്ഷേത്രത്തിലെ ഭദ്രകാളി ദേവിയെ അയാൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചു.
രക്ഷയ്ക്കായുള്ള കാളീമന്ത്രം അയാളുടെ ചുണ്ടിൽ ഉരുക്കഴിച്ചു. സദ്യശ്ചിന്നശിര കൃപാണമഭയം ഹസ്തേർവരം വിദ്രതിം ഘോരാസ്യ ശിരസാം സൃജ സുരുചിര. മന്ത്രങ്ങളുടെ അവസാന ഉരുക്കുകൾ മെല്ലെ അഴിച്ചു. അയാൾ കണ്ണുകൾ തുറന്നു. ആ ഭീകരരൂപിയായ നായ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതൊന്നും അറിയാതെ ഷെറിനും ആരോമലും മയക്കത്തിൽ തന്നെ. അയാൾ തളർന്ന് സീറ്റിലേക്ക് ചാരിയിരുന്നു. തണുപ്പിലും വിയർപ്പുകണങ്ങൾ നെറ്റിയിൽ ചാലുകളായി രൂപപ്പെട്ടിരുന്നു. കിഴക്ക് വെള്ള കീറുവാൻ ഇനിയും കുറച്ചു സമയം മാത്രം. ഭയപ്പെടാതിരിക്കുവാൻ മനസ്സിനെ അയാൾ ശാസിച്ചു. എല്ലാം തൻ്റെ തോന്നലുകളാകാം. കാറിൻ്റെ ഗ്ലാസ്സിലുള്ള തട്ടൽ കേട്ടാണ് മനു ഉണർന്നത്. നേരം വെളുത്തിരിക്കുന്നു. കരിമ്പടം പുതച്ച ഒരു മധ്യവയസ്കനാണ് വിളിക്കുന്നത്. താടി വളർത്തിയ ഒരു മെല്ലിച്ച കറുത്ത മനുഷ്യൻ. കാറിൻ്റെ വാതിൽ തുറന്ന് മനു വെളിയിലിറങ്ങി. പ്രകൃതിയുടെ സുന്ദരമായ കാഴ്ച. ഇരുട്ടിൽ കണ്ടത് സ്വപ്നമായിരിക്കാം. സാർ, ഞാൻ കാർത്തികേയൻ. അങ്ങ് നേരം പുലർന്നേ എത്തുകയുള്ളൂ എന്നാണ് കരുതിയത്. ക്ഷമാപണത്തോടെയാണ് അയാൾ സംസാരിച്ചത്. ഷെറിൻ ഉണർന്നിരിക്കുന്നു. അയാൾ തിടുക്കത്തിൽ ഗേറ്റിനരികിലേക്ക് ഓടി. കീ എടുത്ത് അയാൾ ആ വലിയ താഴ് തുറന്നു. എന്നിട്ട് സർവ്വശക്തിയുമെടുത്ത് അയാൾ ആ ഗേറ്റ് തള്ളിത്തുറന്നു. എന്നിട്ട് അയാൾ നിന്ന് കിതച്ചു. തുറന്ന ഗേറ്റിലൂടെ മനു ബംഗ്ലാവിനെ ലക്ഷ്യമാക്കി കാർ ഓടിച്ചു. ബ്രിട്ടീഷ് വാസ്തുശാസ്ത്രത്തിന്റെ എഞ്ചിനീയറിംഗിൽ കരിങ്കല്ലിൽ പണി കഴിപ്പിച്ച കൂറ്റൻ ബംഗ്ലാവിന്റെ മുഖവാതിലിൽ മനു കാർ നിർത്തി. അമ്പരപ്പോടെ അയാൾ കാറിൽ നിന്നുമിറങ്ങി. ഈ കൊട്ടാര സദൃശമായ ബംഗ്ലാവ് പണികഴിപ്പിച്ചതാരാകും? ആ കാലഘട്ടങ്ങളിൽ ഈ മലനിരകളിലൂടെ റെയിൽവേ ലൈൻ വരെ ഉണ്ടായിരുന്നുവെന്ന കാര്യം എവിടെയോ വായിച്ചതായി ഓർമ്മ വന്നു. ശക്തമായ പ്രകൃതിക്ഷോഭത്താൽ അത് മണ്ണിടിഞ്ഞതായും അതിൻ്റെ ചില ശേഷിപ്പുകൾ ഉണ്ടെന്നുള്ളതും ആ വാർത്തയിൽ ഉണ്ടായിരുന്നു. ഈ ബംഗ്ലാവാണ് തങ്ങളുടെ വാസത്തിനായി മാനേജ്മെന്റ് ഒരുക്കിയിരിക്കുന്നത്. പുലർച്ചെ കണ്ട ഭീകര കാഴ്ചകൾ അയാൾ ഓർത്തു. എന്തെന്നില്ലാത്തൊരു ഭയം അയാളുടെ മനോമുകുരത്തിൽ അങ്കുരിച്ചു. പുലർക്കാലത്ത് കാറിലുള്ള മയക്കത്തിലെ സ്വപ്നമാകുമോ? ആ ഭീകര ജന്തുവിന്റെ രൂപം ഓർക്കുമ്പോൾ തന്നെ ശരീരത്തിൽ ഒരു വിറയൽ. കൊത്തുപണികളാൽ അലങ്കൃതമായ മുഖവാതിലിലെ മണിച്ചിത്രത്താഴിൽ കുറച്ചു നേരത്തെ ശ്രമഫലമായാണ് കാർത്തികേയൻ തുറന്നത്. എന്നിട്ടയാൾ വാതിൽപ്പാളികൾ മലർക്കെ തുറന്നു. എന്തോ ഒരു സുഗന്ധം വെളിയിലേക്ക് പരന്നു. വിശാലമായ മുറികൾ. തലയോടുകൂടി സ്റ്റഫ് ചെയ്ത ഒരു കരടിയുടെ രൂപം കയറി ചെല്ലുന്ന ഭാഗത്ത് ഭിത്തിയിൽ തൂക്കിയിരിക്കുന്നു. അതിന് താഴെയായി ആ കരടിയെ കൊന്ന് അതിൻ്റെ ശിരസിൽ ചവിട്ടി നിൽക്കുന്ന സായിപ്പിന്റെ തോക്കേന്തിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഫ്രെയിം ചെയ്ത് തൂക്കിയിരിക്കുന്നു. കൂടാതെ കാട്ടുപോത്തിൻ്റെയും കലമാനുകളുടെയും സ്റ്റഫ് ചെയ്ത തലകൾ സ്വീകരണ മുറികളിൽ അവിടവിടെയായി പതിപ്പിച്ചിരിക്കുന്നു. അവയുടെ കണ്ണുകൾ വൈഡൂര്യമണികൾ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. മാറാല പിടിച്ച ഒരു പൂർണ്ണകായ ചിത്രം ഭിത്തിയിൽ പതിപ്പിച്ചിട്ടുണ്ട്. അയാൾ അതിനു ചുവട്ടിലെത്തി. ജീവൻ തുടിക്കുന്ന മുഖഭാവം. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ബ്രിട്ടീഷ് വസ്ത്രധാരണം. 55 വയസ്സ് തോന്നുന്ന സായിപ്പ്. നിറം ഒട്ടും മങ്ങാത്ത ചിത്രം. അതിലെ മാറാലകൾ തുടച്ചു മാറ്റിയാൽ ഇപ്പോൾ വരച്ചതുപോലുണ്ടാകും. ശാന്തഗംഭീരനായ ആ ചിത്രത്തിലെ രൂപത്തെ അവൻ നോക്കി നിന്നു. ഇയാളാകും ഗ്രീൻ വാലി എസ്റ്റേറ്റിന്റെ സ്ഥാപകൻ. സാർ, ഈ ബംഗ്ലാവിന്റെ അടുക്കളയും അങ്ങേക്ക് ആവശ്യമുള്ള കുറെ മുറികളും മാത്രമേ വൃത്തിയാക്കിയിട്ടുള്ളൂ. കാർത്തികേയന്റെ പതിഞ്ഞ ശബ്ദം കേട്ട അയാൾ തിരിഞ്ഞു. ബാക്കിയുള്ള മുറികളുടെയും താക്കോൽക്കൂട്ടം എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞയാൾ കയ്യിലിരുന്ന താക്കോൽക്കൂട്ടം മനുവിനെ ഏൽപ്പിച്ചു. കട്ടിച്ചെമ്പിൽ തീർത്ത താക്കോൽക്കൂട്ടങ്ങൾ സ്വർണം പോലെ തിളങ്ങുന്നു. അപ്പോൾ ഷെറിൻ അവിടെ എത്തി. ഈ ബംഗ്ലാവ് വളരെ ഇഷ്ടമായെന്ന് അവളുടെ മുഖഭാവം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് പുതിയ താമസ സ്ഥലം? ഷെറിനോടായി അവൻ ചോദിച്ചു. ഗംഭീരമായിരിക്കുന്നു ചേട്ടാ. എന്തു സുന്ദരമായ ബംഗ്ലാവ്. അവൾ വളരെ സന്തോഷവതിയായി കാണപ്പെട്ടിരിക്കുന്നു. പുലർക്കാലത്തെ ഭീകര കാഴ്ച അവളോട് പറയില്ലെന്ന് തീർച്ചപ്പെടുത്തിയിരുന്നു. പുരാതന യൂറോപ്യൻ രീതിയിലുള്ള അടുക്കള വളരെ വിശാലമായിരുന്നു.
മോഡേൺ രീതിയിലുള്ള അടുപ്പുകളും ഒരു ഫ്രിഡ്ജും ഓവനും അവിടെ ഉണ്ടായിരുന്നു. കിടപ്പുമുറിയിൽ കനലിരിക്കാനുള്ള നെരിപ്പോടുണ്ടായിരുന്നു. അതിൽ പണ്ടെങ്ങോ എരിഞ്ഞു തീർന്ന കരിക്കട്ടകൾ അവശേഷിക്കുന്നു. ഇതിനു മുൻപ് വന്ന മാനേജർ ഉപയോഗിച്ചതാകാം. എന്തായാലും തണുപ്പിൽ നിന്നും രക്ഷ നേടുവാൻ ഇങ്ങനെ ഒരു നെരിപ്പോട് ആവശ്യമാണ്. യൂറോപ്പിൽ നിന്നും കൊണ്ടുവന്ന ടെലിഫോൺ വളരെ കൗതുകം നിറഞ്ഞതായിരുന്നു. കാർത്തികേയൻ എന്തോ ഭയപ്പെടുന്നത് പോലെ, അയാളുടെ വാക്കുകളിൽ എന്തോ തന്നോട് മറയ്ക്കുന്നത് പോലെ. മറ്റുള്ള മുറികളൊന്നും ആവശ്യമില്ലാതെ തുറക്കരുതെന്ന് അയാൾ പലപുര പറയുന്നു. അയാൾ വിനയപൂർവ്വം യാത്ര പറഞ്ഞിറങ്ങി. അയാൾ പോകുന്ന കാഴ്ച മനു നോക്കി നിന്നു. പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കി. അയാളെ താൻ വാച്ച് ചെയ്യുന്നെന്ന് തോന്നി അയാൾ വേഗം നടന്നു. അവിടെ നിന്നും രക്ഷപ്പെടുവാൻ കൊതിക്കുന്ന രീതിയിൽ കാലുകൾ നീട്ടിവെച്ച് ഗേറ്റിനരികിലേക്ക് പാതി ഓട്ടത്തിൽ അയാൾ നടന്നു. അന്ന് രാവിലെ മുഴുവനും ആ ബംഗ്ലാവും പരിസരവും അവർ ചുറ്റി നടന്നു കണ്ടു. പല മുറികളും തുറന്ന ലക്ഷണങ്ങളേയില്ല. കുന്നിൻമുകളിലാണ് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. 4 ചുറ്റും അതിമനോഹര കാഴ്ചകൾ. ചുറ്റിനും പൈൻ മരങ്ങളും യൂക്കാലികളും നിറഞ്ഞു നിൽക്കുന്ന കാടുകൾ. പകൽ മുയലുകളെയും മാനുകളെയും കാണുവാൻ കഴിയും. ചിലപ്പോൾ അതിഥികളായി ആനക്കൂട്ടങ്ങളും വരാറുണ്ടെന്ന് കാർത്തികേയൻ പറഞ്ഞിരുന്നു. 10 മണിയോടെ ഗ്രീൻ വാലി എസ്റ്റേറ്റ് ഓഫീസിൽ അവരെത്തി. ഓഫീസ് സ്റ്റാഫുകൾ പുതിയ ജനറൽ മാനേജരെ ബഹുമാനത്തോടെയാണ് എതിരേറ്റത്. കാർത്തികേയൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ വളരെ ദയനീയമായാണ് നോക്കുന്നത്. നാളെ പുതിയ ഓഫീസിൽ ചാർജ് എടുക്കണം. തൻ്റെ ഓഫീസിൽ വേണ്ട മാറ്റങ്ങൾ അസിസ്റ്റന്റിനോട് പറഞ്ഞേൽപ്പിച്ചു. അവർ മടക്കയാത്രയ്ക്ക് വേണ്ടി കാറിനരികിലെത്തി. മനു തിരിഞ്ഞൊന്നു നോക്കി. ജനാലയുടെ മറവിലായി കാർത്തികേയൻ തങ്ങളെ നോക്കി നിൽക്കുന്നു. തൻ്റെ നോട്ടത്തിൽ അയാൾ നിഴൽ പോലെ മാറിക്കളഞ്ഞു. തങ്ങളേതോ ദുരന്തമുഖത്തേക്ക് നടക്കുന്നുവെന്ന തോന്നലോടെയുള്ള അയാളുടെ നോട്ടം. എല്ലാം തൻ്റെ തോന്നലാകാം. അവർ മലമടക്കിലെ കാഴ്ചകൾ കണ്ട് ഉച്ചയോടെയാണ് തിരിച്ചെത്തിയത്. കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അവർ മൂവരും ആഹാരം കഴിച്ച് മുറികളിൽ കഴിഞ്ഞു. സമയം കടന്നുപോയി. പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് സൂര്യൻ മറയാറാകുന്നു. പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശുന്നു. മരങ്ങൾ കാറ്റിലാടി ഉലയുന്നു. നിന്ന നിൽപ്പിൽ കാലാവസ്ഥ മാറി മറിയുന്നു. മഴമേഘങ്ങൾ ആകാശച്ചെരിവുകളിലൂടെ പറന്നെത്തുന്നു. ഓർക്കാപ്പുറത്ത് ദിഗന്തം നടുക്കുന്ന ശക്തിയോടെ ഒരു ഇടിമുഴക്കം. ആ ശബ്ദത്തിൽ ബംഗ്ലാവിലെ ജനാലച്ചില്ലുകൾ കിടുങ്ങി. വാതിലുകളും ജനാലകളും തുറന്നടഞ്ഞു. മിന്നൽ പിണരുകൾ അഗ്നിനാവുകൾ നീട്ടി ബംഗ്ലാവും തങ്ങളെയും നക്കിത്തുടയ്ക്കുവാൻ മുതിരുന്നതായി തോന്നി. ഷെറിൻ പേടിയോടെ അയാളെ പുണർന്നു. അടുത്ത മിന്നലിൽ ലൈറ്റുകൾ അണഞ്ഞു. സർവത്ര അന്ധകാരം. ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ മെഴുകുതിരികളും ടോർച്ചും എമർജൻസിയും ബാഗിൽ നിന്ന് വെളിയിലെടുത്തു. ശക്തമായ മഴ തുടങ്ങി. കല്ലുകൾ കൊണ്ടെറിയും പോലുള്ള ശബ്ദത്താൽ മഴത്തുള്ളികൾ പെയ്തിറങ്ങി. തലങ്ങും വിലങ്ങുമുള്ള മിന്നൽ പിണരുകളും അകമ്പടിയായി ഇടിമുഴക്കവും. നെരിപ്പോടിൽ പകലിട്ട വിറകുകൾ വളരെ നേരത്തെ പരിശ്രമഫലമായി അയാൾ കത്തിച്ചു. ഷെറിനും ആരോമലും കട്ടിലിൽ സ്ഥാനം പിടിച്ചു. നെരിപ്പോടിലെ ചൂട് മെല്ലെ മുറിയെയും ചൂട് പിടിപ്പിച്ചു. ഇപ്പോൾ മഴയും മിന്നലും മാറിയിരിക്കുന്നു. ഇന്നിനി വൈദ്യുതി വരുമെന്ന് തോന്നുന്നില്ല. അയാൾ ബാഗിനുള്ളിൽ നിന്നും കരുതിയിരുന്ന വിസ്കി പുറത്തെടുത്തു. വൈൻ ഗ്ലാസിൽ പകർന്ന വെള്ളം ചേർത്ത വിസ്കി അയാൾ കയ്യിലെടുത്ത് ജനാലയുടെ അരികിലേക്ക് നീങ്ങി. വെളിയിൽ കട്ട പിടിച്ച ഇരുട്ട്. ഒന്നും കാണുവാൻ കഴിയുന്നില്ല. അയാൾ വൈൻ ഗ്ലാസ് ചുണ്ടോട് ചേർത്തു. അപ്പോൾ ശക്തമായ ഒരു മിന്നൽ. ആ വെളിച്ചത്തിൽ ജനാലച്ചില്ലിലൂടെ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു. ആ ഭീകരനായ നായ നിൽക്കുന്നു. മഴവെള്ളം വീണ അതിൻ്റെ ശരീരം നനഞ്ഞൊട്ടിയിരിക്കുന്നു. നിലത്തോളം നീളുന്ന അതിൻ്റെ ചുവന്ന നാവ് വെളിയിലിട്ട് തങ്ങളുടെ മുറിയിലേക്ക് നോക്കി അഗ്നിയെരിയുന്ന കണ്ണുകളുമായി നിൽക്കുന്നു. ആ കാഴ്ച കണ്ട് നാവിറങ്ങിയതുപോലെ അയാൾ നിന്നു.